ഹായ് നമസ്കാരം, ഭദ്രികയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരങ്ങാട് എന്ന സ്ഥലത്തുള്ള വൈദ്യനാഥ ക്ഷേത്രത്തിലാണ്. രോഗവിമുക്തിക്കായി ഭക്തജനങ്ങൾ ദർശിക്കുന്ന ഒരു പുണ്യക്ഷേത്രമാണിത്. വൈദ്യനാഥ ഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. നമുക്ക് കടക്കാം ഇതിൻ്റെ പുരാവൃത്ത കഥയിലേക്ക്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ലക്ഷ്മീപുരത്തിന് ഇന്നത്തെ തളിപ്പറമ്പയുടെ മുൻവശത്തായി ഒരു കാലത്ത് അഗാധവും ഭീതിജനകവുമായ ഒരു കൊടുങ്കാട് നിലനിന്നിരുന്നു. ആ കാടിൻ്റെ അധിപനായി ഭസ്മാസുരൻ്റെ പുത്രനായ കാരസ്കരൻ എന്ന അസുരൻ വസിച്ചിരുന്നു. അവൻ്റെ ക്രൂരതയും ഉപദ്രവവും സഹിക്കാനാവാതെ ലോകം വിറങ്ങലിച്ചിരുന്ന ഒരു നാൾ ധർമ്മത്തിൻ്റെ വാളേന്തിയ ഭാർഗവരാമൻ ആ വനത്തിലേക്ക് കടന്നു. അസുരനിഗ്രഹം നടത്തി കാടിനെ ശാന്തമാക്കിയ ശേഷം പരശുരാമൻ ആഴമുള്ള കാട്ടിലൂടെ സഞ്ചരിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ദിവ്യ തേജസ്സിൽ ദീപ്തമായ ഒരു ശിവലിംഗം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ദർശനം തന്നിൽ പകരുന്ന ആത്മനിർമ്മലതയിൽ ഭാർഗവരാമൻ യഥാവിധി ആ ലിംഗത്തെ പൂജിച്ചു. പുരാതന കാലത്ത് സൂര്യബിംബത്തിന് വിഷബാധയേൽക്കുകയും അതിൻ്റെ ദീപ്തി മങ്ങിപ്പോവുകയും ചെയ്തിരുന്നുവെന്ന് നാരദൻ പറഞ്ഞു. രോഗവും ദൗർബല്യവും സൂര്യനെ ബാധിച്ച ആ ഘട്ടത്തിൽ പരിഹാരമാർഗം തേടി വിഷമിച്ചു നിന്ന സൂര്യൻ്റെ മുന്നിൽ ഗരുഡൻ പ്രത്യക്ഷനായി. പാലാഴി മദന സമയത്ത് വാസുകി ഛർദ്ദിച്ച വിഷം ലോകരക്ഷയ്ക്കായി ശിവൻ പാനം ചെയ്തുവെന്നും അതിൽ നിന്നും മുക്തനാവാൻ ശിവൻ സ്വയം വൈദ്യനാഥൻ എന്ന ആത്മലിംഗം സൃഷ്ടിച്ച് പാർവതി സമേതനായി പൂജിച്ചു രോഗമുക്തനായി എന്ന പരമരഹസ്യം ഗരുഡൻ സൂര്യനോട് വെളിപ്പെടുത്തി. ശിവന്റെ കൈവശമുള്ള ആ വൈദ്യനാഥലിംഗം പ്രാപിച്ച് വിധിപ്രകാരം പൂജിച്ചാൽ രോഗവിമുക്തി ലഭിക്കുമെന്നറിഞ്ഞ സൂര്യൻ ശിവനെ ധ്യാനിച്ച് അദ്ദേഹത്തിൽ നിന്നും വൈദ്യനാഥലിംഗം സമ്പാദിച്ചു. ലക്ഷ്മീപുരത്തിനടുത്ത് ദൈവവിധി അനുസരിച്ച് ആ ലിംഗം പ്രതിഷ്ഠിച്ച് സൂര്യൻ പൂജ നടത്തുകയും അതിലൂടെ പൂർണ്ണമായ രോഗമുക്തി നേടുകയും ചെയ്തു. ആ ദിവ്യലിംഗം തന്നെയാണ് ഇന്നും അവിടെ നിലകൊള്ളുന്നതെന്ന് നാരദൻ പറഞ്ഞു. ഇവിടെ ക്ഷേത്രം പണിത് വിധി പോലെ പൂജ നടത്തുക എന്ന അനുഗ്രഹവചനമൊഴിച്ച് നാരദൻ അപ്രത്യക്ഷനായി. ശിവലിംഗത്തിന്റെ മഹാകഥ നാരദനിൽ നിന്നും ശ്രവിച്ച പരശുരാമൻ അവിടെ വൈദ്യനാഥ ക്ഷേത്രം നിർമ്മിച്ചു. കാരസ്കരൻ എന്ന അസുരന്റെ ശല്യം മൂലമാണ് പരശുരാമൻ ആ കാട്ടിലെത്തിയത് എന്നതിനാൽ ക്ഷേത്രം കാരസ്കരാലയം വൈദ്യനാഥ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. ഇന്നും അവിടെ ഇല കായ്ക്കാത്ത അദ്ഭുത ശക്തിയുള്ള ഒരു കാഞ്ഞിരമരം നിലകൊള്ളുന്നു. സൂര്യദേവൻ തന്നെ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമായതിനാൽ ഞായറാഴ്ച ഇവിടുത്തെ പ്രധാന ദിനമായി കണക്കാക്കപ്പെടുന്നു. രോഗമുക്തിയുടെ പ്രതീക്ഷയോടെ അനേകം ഭക്തർ ആ ദിനത്തിൽ ഈ പുണ്യക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. വിശ്വാസവും ആത്മശാന്തിയും തേടി.